കൊൽക്കത്തയിലെ മലയാളികളെ ഏകോപിപ്പിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സ്ത്രീകളുടെയും കുട്ടികളുടെയും കലാഭിരുചികൾക്കും എല്ലാ മേഖലകളിലുമുള്ള വ്യക്തികളുടെ കലാസാഹിത്യ സംരംഭങ്ങൾക്കും പ്രാധാന്യം നൽകി 2014 സെപ്റ്റംബർ 7 തിരുവോണനാളിൽ ആരംഭിച്ച സംഘടനയാണ് കൊൽക്കത്ത കൈരളി സമാജം. സർവരും അംഗീകരിക്കുന്ന മാതൃകാ പ്രസ്ഥാനമായി മാറാൻ 2 വർഷത്തിനിടയിൽ കൊൽക്കത്ത കൈരളി സമാജത്തിന് സാധിച്ചു എന്ന ചാരിതാർത്ഥ്യത്തോടെ വാർഷിക പതിപ്പിന്റെ ഈ ലക്കം സമർപ്പിക്കുന്നു. 2015 തിരുവോണനാളായ ഓഗസ്റ്റ് 28 നടത്തിയ 1-ാം വാർഷികാഘോഷത്തോടെയും ഓണാഘോഷത്തോടെയുമാണ് കൊൽക്കത്ത കൈരളി സമാജത്തിന്റെ 2015-2016 വർഷത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. സൗത്ത് 24 പർഗാനാസിന്റെ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റുമായിരുന്ന ഡോക്ടർ PB സലീം ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. വെസ്റ്റ് ബംഗാളിലെ കുട്ടികൾ ബംഗ്ലാദേശിലെ കുട്ടികളെക്കാൾ സമാനമായിട്ടുള്ള സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടുകളിൽ ജനിക്കുന്ന കുട്ടികളെക്കാൾ ഏകദേശം 15 മുതൽ 20 മുതൽ സെന്റിമീറ്റർ ചെറുതാണെന്ന് പറയാം. ഇത് ഞാൻ പറയുന്ന ആരും പറയുന്നതല്ല, ലോകാരോഗ്യ സംഘടന പറയുന്ന കണക്ക്. കൊൽക്കത്ത കൈരളി സമാജം പ്രസിഡന്റ് ശ്രീ P. വേണുഗോപാലൻ, കൊൽക്കത്ത കൈരളി സമാജം സെക്രട്ടറി ശ്രീ TK ഗോപാലൻ, ശ്രീ സുസ്മേഷ് ചന്ദ്രോത്ത്, പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ ഫിറോസ് ബാബു എന്നിവരും വേദിയെ സമ്പന്നമാക്കി. ഉദ്ഘാടന ചടങ്ങിന് ശേഷം കൊൽക്കത്ത കൈരളി സമാജം വനിതാ വിഭാഗം കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു. പരിഭവങ്ങൾ പറയാൻ മറന്ന ചലച്ചിത്ര പിന്നണി ഗായകനും കൈരളി TV പട്ടുറുമാൽ വിധികർത്താവുമായ ശ്രീ ഫിറോസ് ബാബുവും സംഘവും അവതരിപ്പിച്ച സംഗീതമഴ തുടർന്ന് അരങ്ങേറി. നവംബർ 1 കേരളപ്പിറവിയുടെ സ്മരണ പുതുക്കി കൊൽക്കത്ത കൈരളി സമാജം ആഘോഷിച്ചു. ഇത്തവണ കൊൽക്കത്തയിലെ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നെത്തിയ കുട്ടികളായിരുന്നു അവരുടെ ഭാഷാസ്നേഹത്താൽ കേരളപ്പിറവിയെ സമ്പുഷ്ടമാക്കിയത്. പാട്ടുകൾ പാടിയും കവിതകൾ ആലപിച്ചും പ്രവാസികളുടെ മക്കൾ മറുനാട്ടിൽ നിന്നുകൊണ്ട് മലയാളത്തെ താലോലിക്കുന്നതിന്റെ നിറവ് അനുഭവിപ്പിച്ചു. 2015 നവംബർ 29 കൊൽക്കത്ത കൈരളി സമാജം വനിതാ വിഭാഗം നേതൃത്വം നൽകിയ സംവാദം നടന്നു. താലിയിൽ പൂട്ടണോ താലിയെ തട്ടണോ എന്നു പേരിട്ട സംവാദത്തിൽ കൊൽക്കത്തയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു. ശ്രീ സുസ്മേഷ് ചന്ദ്രോത്തിന്റെ ഏറ്റവും പുതിയ നോവലായ ആത്മഛായ ഹിന്ദുസ്ഥാൻ പാർക്ക് സൗത്ത് ഇന്ത്യ ക്ലബ് ഹാളിൽ വെച്ച് CPM നേതാവും മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുമായിരുന്ന ശ്രീ MA ബേബി പാർലമെന്റ് അംഗം ശ്രീ MP രാജേഷിന് നൽകി പ്രകാശനം ചെയ്തു. മഹാഭാരതത്തിൽ കാണാത്തത് ലോകത്തെവിടെ അന്വേഷിച്ചാലും കാണാൻ കിട്ടില്ല എന്ന് മഹാഭാരതത്തെ കുറിച്ച് പറയുന്ന വലിയൊരു പരിശീലനം ശരിയാണ്. വ്യക്തിയും സമൂഹവും കടന്നു പോകുന്ന എല്ലാതരം സങ്കീർണമായ ജീവിതാവസ്ഥകളും മഹാഭാരതത്തിലെ കഥകളിലും ഉപകഥകളിലും സന്ദർഭങ്ങളിലുമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ചടങ്ങിൽ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ശ്രീ P. ശ്രീരാമകൃഷ്ണൻ, ശ്രീ TK ഹംസ, ശ്രീ P. നന്ദകുമാർ, ശ്രീ PP വാസുദേവൻ എന്നിവരും ആശംസകൾ നേർന്ന് സംസാരിച്ചു. തുടർന്ന് സംഗീത സായാഹ്നത്തിന് ആരംഭമായി. കൊൽക്കത്തയിലെ ആദ്യകാല പാട്ടുകാരായ ശ്രീ ബേബി കുര്യൻ, ശ്രീ ജോസഫ് മണിമല എന്നിവർക്കൊപ്പം പുതുതലമുറയിലെ ശ്രീ ശ്രീനാഥ് നായർ, ശ്രീമതി അശ്വതി സഞ്ജു, ശ്രീ സമീൽ സിക്കാനി, ശ്രീ ഷിബുദാസ് എന്നിവരും മികവുറ്റ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീത സായാഹ്നത്തിൽ പങ്കാളികളായി. ശ്രീ PKC പിള്ളയാണ് ഗാനങ്ങൾക്ക് ആമുഖമൊരുക്കിയത്. ഉള്ളവനും ഇല്ലാത്തവനും ഒന്നുപോലെ തണുത്തുവിറയ്ക്കുന്ന കുളിർകാലത്ത് ഇല്ലാത്തവന് സഹായകമായി കൊൽക്കത്ത കൈരളി സമാജം പുതപ്പ് വിതരണം നടത്തി. തെരുവിലുറങ്ങുന്ന 100 കണക്കിന് അഗതികൾക്ക് ഗുണനിലവാരമുള്ള ബ്ലാങ്കറ്റുകളാണ് വിതരണം ചെയ്തത്.
രാത്രി വളരെ വൈകി ആരംഭിച്ച വിതരണ പരിപാടികൾ പുലരും വരെ നീണ്ടുനിന്നു. കൈരളി സമാജം നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഡിസംബറിലെ ബ്ലാങ്കറ്റ് വിതരണം. കേരളത്തിലെ തുഞ്ചൻ പറമ്പിൽ എല്ലാ വർഷവും നടത്തിവരുന്ന സാഹിത്യോത്സവത്തിൽ വെച്ച് കൊൽക്കത്ത കൈരളി സമാജത്തിന്റെ ഈ വർഷത്തെ പുരസ്കാരം ശ്രീ MT വാസുദേവൻ നായർ യുവകഥാകൃത്ത് ശ്രീ അബിൻ ജോസഫിന് നൽകി. ശ്രീ സുസ്മേഷ് ചന്ദ്രോത്ത് രചനയും ശ്രീ വേണു കൊൽക്കത്ത സംവിധാനവും നിർവഹിച്ച മത്തങ്ങാവിത്തുകളുടെ വിലാപമായിരുന്നു ഈ വർഷം അവതരിപ്പിച്ച നാടകം. രാപകലില്ലാതെ കലാകാരന്മാർ വിയർപ്പൊഴുക്കിയാണ് നാടകം അരങ്ങിലെത്തിച്ചത്. ഒട്ടേറെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നാടകാവതരണം ഭംഗിയാക്കുവാൻ ഏവരും ഒന്നുപോലെ പ്രയത്നിച്ചത് സമാജത്തിന്റെ കൂട്ടായ്മയ്ക്ക് കരുത്തേകി. ഫെബ്രുവരി 13 മലയാളത്തിന്റെ ദുഃഖമായി കഴിവുറ്റ കവിയും ഗാനരചയിതാവുമായിരുന്ന ശ്രീ ONV കുറുപ്പ് നിര്യാതനായി. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് കൊൽക്കത്ത കൈരളി സമാജം പ്രവർത്തകർ മാർച്ച് 4 ഓഫീസ് ഹാളിൽ ഒത്തുകൂടി. വിശ്വാസത്തിൽ കാലിടറുന്ന പൗരസ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ മെയ് 14 കൈരളി സമാജം ഹാളിൽ ചർച്ച നടന്നു. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം അനുവദിക്കുന്നില്ല എന്നുള്ളതിന് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം. സ്ത്രീകളും പുരുഷന്മാരുമടങ്ങിയ വലിയൊരു സദസ് ചർച്ചയിൽ പങ്കാളികളാകാനെത്തി. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ മുൻനിർത്തിയായിരുന്നു സംവാദം. ഇന്ത്യയിൽ പലയിടത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതും മെയ് മാസത്തിലാണ്. അതേ മാസം 25 പശ്ചിമബംഗാളിലെയും കേരളത്തിലെയും ജനവിധിയെ വിലയിരുത്തിക്കൊണ്ട് മറ്റൊരു സംവാദവും സമാജം ഹാളിൽ അരങ്ങേറി. ജൂൺ 18 വൈകുന്നേരം സൗത്ത് ഇന്ത്യ ക്ലബ് ഹാളിൽ തടിച്ചുകൂടിയ ജനതയെ സാക്ഷിയാക്കി ശാന്തഗിരി ആശ്രമം ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ ഗുരുരത്നം ജ്ഞാനതപസി OV വിജയൻ അനുസ്മരണ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. മലയാള നോവൽ ചരിത്രത്തിൽ ഖസാക്കിന് മുമ്പും ശേഷവും എന്ന് ശരിയാണ്. വിജയന് മുമ്പും വിജയന് ശേഷവും എന്ന് പറയാൻ കഴിയുന്ന തരത്തിൽ മലയാള നോവലിനെ മലയാള കഥയിൽ ശ്രീ M ചന്ദ്രപ്രകാശ് രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ OV വിജയൻ എന്ന പുസ്തകം സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി ഫിലിംസ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ശ്രീ ജോഷി ജോസഫിന് നൽകി പ്രകാശനം ചെയ്തു. ശേഷം M ചന്ദ്രപ്രകാശ് സംവിധാനം ചെയ്ത OV വിജയനെക്കുറിച്ചുള്ള ഹ്രസ്വചിത്രം സദസ്സിൽ പ്രദർശിപ്പിച്ചു. വലിയൊരു അവിടെ കേരളത്തിലേക്ക് വരണം എന്നുള്ള ചിന്തയാണ്. ഡൽഹിയിൽ അദ്ദേഹം ജീവിച്ചപ്പോൾ അതിന്റെ മനസ്സ് മുഴുവൻ കേരളത്തിലായിരുന്നു എന്ന്. ഇവിടെയോ മനുഷ്യന്റെ ആത്മാവിനെയും സാഹിത്യത്തെയും സംസ്കാരത്തെയൊക്കെ കൂടി തൊടുന്ന ഒരു ബിന്ദു വിജയനിൽ എന്നും ഉണ്ടായിരുന്നു. ജൂലൈ 7 കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയും ജ്ഞാനിയും നവയുഗ സൃഷ്ടാവുമായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്ത കൃതിയായ ആത്മോപദേശ ശതകം ചർച്ചയ്ക്കെടുത്തത് അന്നാണ്. നാരായണ ദർശനങ്ങളെ ആഴത്തിൽ പഠിക്കുകയും നിരവധി സദസ്സുകളിൽ അവയെപ്പറ്റി ക്ലാസ് എടുക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ സുധൻ ഭാസ്കരനാണ് സാമാന്യജനത്തിന് അന്യമായ ആത്മോപദേശ ശതകത്തിന്റെ അടരുകൾ കണ്ടെത്തി അവതരിപ്പിച്ചത്. ഇരുളിലിരിപ്പവനാര് ചൊൽക നീയെന്ന് ഒരുവൻ ഉരപ്പത് കേട്ടു താരുമേവം അറുപതിനായി അവനോട് നീയും ആരെന്ന് അരുളവിതിൻ പ്രതിവാക്യം ഏകമാകും. എന്തെങ്കിലും മനസ്സിലാവും. കൊൽക്കത്തയുടെ വിദൂര ദേശങ്ങളിൽ നിന്നുപോലും എത്തിയ നിരവധി ആളുകളാണ് പ്രഭാഷണത്തിലും ചർച്ചയിലും പങ്കാളികളായത്. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനും ഭരണാധിപനുമായിരുന്ന ശ്രീ N മോഹനന്റെ മകളും പ്രശസ്ത പത്രപ്രവർത്തകയും കവിയുമായ ശ്രീമതി സരിത മോഹനവർമ്മ കൈരളി സമാജത്തിന്റെ പ്രത്യേക അതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തത് ചാരിതാർത്ഥ്യജനകമായി. കേരളത്തിലെ അന്തർദേശീയ കോവിലൻ പഠന ഗ്രൂപ്പും കൊൽക്കത്ത കൈരളി സമാജവും സംയുക്തമായി നടത്തിയ കോവിലൻ അനുസ്മരണം
വേറിട്ട അവതരണത്തിലൂടെയും അഗാധതകളെ സ്പർശിച്ച വിഷയസമീപനത്തിലൂടെയും ഏറെ ശ്രദ്ധേയമായി. കേരളത്തിൽ നിന്നും 15ഓളം പ്രതിനിധികളും വിവിധ ദേശങ്ങളിൽ നിന്നും അന്തർദേശീയ കോവിലൻ പഠന ഗ്രൂപ്പിന്റെ അമരക്കാരും ഒത്തുചേർന്നപ്പോൾ വേദി അക്ഷരാർത്ഥത്തിൽ അന്തർദേശീയ തലത്തിലേക്കുയർന്നു. മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ ശ്രീ എം.എ. ബേബി, ഭാഷാപോഷിണി പത്രാധിപരും തലമുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായ ശ്രീ കെ.സി. നാരായണൻ, അന്തർദേശീയ കോവിലൻ പഠന ഗ്രൂപ്പിന്റെ സാരഥികളായ ശ്രീ കെ.എ. മോഹൻദാസ്, ശ്രീ കെ.വി. സുബ്രഹ്മണ്യൻ, കൂടാതെ ശ്രീ ജോഷി ജോസഫ്, ശ്രീ കെ.ആർ. വിനയൻ തുടങ്ങി ഒട്ടേറെ പേർ കോവിലൻ അനുസ്മരണ ചടങ്ങിൽ സംബന്ധിച്ചു. അവരുടെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ സൈന്യത്തിൽ എങ്ങനെയാണ് അതിന്റെ ഹൈറാർക്കി, ശിപ്പായി, ക്യാപ്റ്റനായിട്ടുള്ള ഡോക്ടറും ഒക്കെ തമ്മിലുള്ള ബന്ധത്തിൽ പ്രതിഫലിക്കുന്നത്. ദുഃഖവും ദുരിതവും ഉള്ള കഥാവിവരണങ്ങളാണ് മനുഷ്യന്റെ പട്ടാളത്തിലും ആ സൈന്യ സംവിധാനത്തിലുമുള്ള യാതനകളുടെയും ക്ലേശങ്ങളുടെയും അവരനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെയും ഒക്കെ കഥകളാണ് ഇതിൽ മുഴുവൻ ഉള്ളത്. കൊൽക്കത്ത കൈരളി സമാജത്തിനു വേണ്ടി മുതിർന്ന അംഗവും കൈരളി സമാജം വനിതാ വിഭാഗം മേധാവിയുമായ ശ്രീമതി സരോജം ശ്രീധരൻ കോവിലൻ കൃതികൾ ഏറ്റുവാങ്ങി. പുതുതലമുറയിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായിട്ടാണ് ഇക്കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിനെ കൈരളി സമാജം മാറ്റിവെച്ചത്. കൈരളി സമാജത്തിലെ മുതിർന്ന അംഗങ്ങളുടെയും പുതുതലമുറയുടെയും നേതൃത്വത്തിലും ഉത്സാഹത്തിലും നടന്ന പ്രതിഭാസംഗമം പ്രതിഭകളുടെ മാറ്റുരയ്ക്കലിൽ പ്രശോഭിതമായി. മഹാശ്വേതാദേവിക്ക് ചാർത്താൻ വിശേഷണങ്ങൾ ഏറെയാണ്. കൊൽക്കത്ത കൈരളി സമാജം ദീദിയെ അനുസ്മരിക്കുന്നതിനായി ഒത്തുചേർന്നു. ഏറെക്കാലം മഹാശ്വേതാദേവിയുടെ അനുചരനും ദീദിയെക്കുറിച്ച് ഒന്നിലധികം ഡോക്യുമെന്ററികളും സിനിമകളും സംവിധാനം ചെയ്തിട്ടുള്ള ആളുമായ ശ്രീ ജോഷി ജോസഫ് അന്തരിച്ച എഴുത്തുകാരിക്ക് ആദരാഞ്ജലികളർപ്പിച്ച് സംസാരിച്ചു. അനുസ്മരണ ചടങ്ങിന് ശേഷം ജോഷി ജോസഫ് സംവിധാനം ചെയ്ത മഹാശ്വേതാദേവി സിനിമകളുടെ പ്രദർശനവും നടന്നു. കൊൽക്കത്ത കൈരളി സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്നില്ല. ബംഗാൾ ഗ്രാമത്തിലെ നിർധനരായ കുട്ടികളെ കണ്ടെത്തി സൗജന്യമായി അവരെ പഠിപ്പിക്കുന്ന പദ്ധതി അതിലൊന്നു മാത്രമാണ്. സാധാരണ വിദ്യാലയങ്ങളിൽ പോലും പോകാൻ സാധിക്കാത്ത കുട്ടികൾക്ക് അതേ വിദ്യാലയങ്ങളിലെ പാഠ്യസമ്പ്രദായമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും എല്ലാ വിഷയങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നു. ഇത്തരത്തിൽ 100ഓളം കുട്ടികൾ വിദ്യ നേടുന്നുണ്ട്. പുതുതലമുറ ഓരോ മാസവും അണിയിച്ചൊരുക്കുന്ന ബിംബം ചുമർ മാസികയാണ് കൊൽക്കത്ത കൈരളി സമാജത്തിന്റെ മറ്റൊരു പ്രത്യേകത. കൈരളി ടിവിയിൽ ശ്രീ വി കെ ശ്രീരാമൻ അവതരിപ്പിക്കുന്ന വേറിട്ട കാഴ്ചകൾക്കായി കൊൽക്കത്ത കൈരളി സമാജം കണ്ടെത്തി ആദരിച്ച പ്രതിഭകൾ ഏറെ. ആരോരുമറിയാതെ ബംഗാളിന്റെ മണ്ണിൽ ജീവിക്കുന്ന യഥാർത്ഥ നക്ഷത്രങ്ങളെ ലോകത്തിന് പരിചയപ്പെടുത്തുകയായിരുന്നു കൈരളി സമാജത്തിന്റെ ലക്ഷ്യം. ശ്രീ സുനിൽ നമ്പ്യാരും ശ്രീ നൈജിൽ അക്കരയും ശ്രീ ബിജു നായരും ശ്രീ ശ്രീനാഥും അടങ്ങുന്ന ഒരുപിടി ആളുകൾ വേറിട്ട കാഴ്ചകളിലൂടെ ലോകത്തിന് സുപരിചിതരായി. 2ാം വർഷം പൂർത്തിയാക്കി 3ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന കൊൽക്കത്ത കൈരളി സമാജത്തിനൊപ്പം ജാതി, മത, വർഗ, രാഷ്ട്രീയ ഭേദമന്യേ ഏവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാർഷിക പതിപ്പിന്റെ 2ാം ലക്കം പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ഓണാശംസകൾ.